പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അനുസരിക്കുന്നതായി സുരേഷ് ഗോപി ഏത് വകുപ്പ് ലഭിച്ചാലും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കും. ഡൽഹിയിലേക്ക് പുറപ്പെടും മുമ്പ് തിരുവനന്തപുരത്തെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു, എത്തുന്നു. ബാക്കിയെല്ലാം പിന്നെ അവിടെ ചെന്ന് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നു. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഏത് പദവി ലഭിച്ചാലും ഏത് വകുപ്പ് ലഭിച്ചാലും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി വിളിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കുടുംബസമേതം യാത്ര തിരിക്കും മുമ്പെയാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വസതിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏത് തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്? അദ്ദേഹം ഫോൺ വിളിച്ചു, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ആദ്യം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൃശ്ശൂർ എനിക്ക് തന്ന ചുമതല ഞാൻ ഭംഗിയായി നിർവഹിക്കും. അതിൽ തന്നെ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്ത് പദവി തന്നാലും അതിനനുസരിച്ച് അതിനനുയോജ്യമായ രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശാസ്തമംഗലത്തെ വസതിയിലും അതോടൊപ്പം തന്നെ അദ്ദേഹം എയർപോർട്ടിൽ വെച്ചും ഇത്തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ച് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആകാംക്ഷകൾക്കൊടുവിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാവിലെ 6:10 അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങളും ചില ആശങ്കകളും ഒക്കെ ഈ വിഷയത്തിൽ നിലനിന്നതും ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും വൈകിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള 30 പേർക്കും ഔദ്യോഗികമായിട്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്നുമുള്ള MP ശ്രീ സുരേഷ് ഗോപിക്കും ഇത്തരത്തിലുള്ളൊരു ഔദ്യോഗിക സന്ദേശം ലഭിച്ചത്. ഉടനടി ഡൽഹിയിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശം. അത് പ്രകാരമാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതികായകന്മാരെന്ന് അവകാശപ്പെടുന്നവരെ ജനപങ്കാളിത്തത്തോടു കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്നാം മോദി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ നിമിഷവും പങ്കുവയ്ക്കാനുള്ളത്. അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒരു മറുപടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെ ചുമതല അല്ലെങ്കിൽ എന്ത് തന്നെ ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. പിന്നെ വകുപ്പുകളെ പറ്റി അല്ലെങ്കിൽ വകുപ്പുകളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയാൻ ആളല്ല, അതൊക്കെ അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. എന്തായാലും അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സുരേഷ് ഗോപി മന്ത്രി പദവിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നെങ്കിലും അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ചില സിനിമകൾ, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ, വരാഹം തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, അത് 4ഓളം സിനിമകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ ഏതാനും വർഷങ്ങൾ, ഏകദേശം 2 വർഷത്തോളം എടുക്കും. അതുവരേക്കും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിപദവിയിലേക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായി അദ്ദേഹം സൂചിപ്പിച്ചതായുള്ള വിശദാംശങ്ങളും അതും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ചില സൂചനകളായിരുന്നു. പക്ഷേ അതൊക്കെയും അദ്ദേഹം ഒറ്റ വാക്കിൽ അതിന് കൃത്യമായി ഉത്തരം നൽകിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസരിക്കുന്നു, അല്ലേ? തീർച്ചയായും KP, എന്തു തന്നെ കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം തനിക്ക് നിറവേറ്റിയേ മതിയാവൂ. അതിനു വേണ്ടിയിട്ടാണ് താൻ ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ പങ്കുവെച്ചത് പോലെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ ഒട്ടും ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്തൊരു അഭിനേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ 4 ബിഗ്
ബജറ്റ് സിനിമകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സിനിമകൾ ഈ വർഷം സെപ്റ്റംബറോട് കൂടി ഷൂട്ടിംഗ് ആരംഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പങ്കുവച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തോട് അറിയിച്ചിരുന്നു എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ പറഞ്ഞത്. പക്ഷേ അതിനെല്ലാം മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എന്നെ വിളിച്ചു, അദ്ദേഹം എന്നെ ചുമതലകൾ ഏൽപ്പിക്കും, അത് ഞാൻ ഭംഗിയായി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തീർക്കും എന്ന തരത്തിലൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരം ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെ പുറത്തു വന്ന വാർത്തകളൊക്കെ ഒരുപക്ഷെ അത് അവിടെ അവസാനിച്ചിരിക്കുന്ന പുതിയൊരു പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു സംഭാവന നൽകിയ അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്ന ആ ഒരു രീതിയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അത്തരം വാക്കിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിച്ചതിൽ അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകളൊക്കെ വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വരും മണിക്കൂറുകളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്ത കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം കേന്ദ്രമന്ത്രിയാവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആകാംക്ഷകൾക്കൊടുവിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നെ വിളിച്ചു, ഞാൻ പോകുന്നു, അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ മാത്രമായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷം വിശദമായിട്ട് എല്ലാം പങ്കുവയ്ക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണം. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ വരും മണിക്കൂറുകൾ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. KP, അപ്പോൾ ടിൻഡു രാവിലെ 8:30 ഫ്ലൈറ്റിൽ അദ്ദേഹം യാത്ര പുറപ്പെടുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം 12:15 ഫ്ലൈറ്റിലാണ് പുറപ്പെടുക എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ടിൻഡുവും മറ്റ് മാധ്യമങ്ങളും അവിടത്തേക്ക് ശാസ്തമംഗലത്തെ വസതിയിലേക്ക് എത്തിയത്. അവിടെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു, അയൽവാസികളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ ഇപ്പോഴും മധുരവുമായി അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ വിജയത്തിൽ ഒപ്പം ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന മന്ത്രി സ്ഥാന ലബ്ധിയിൽ നാടും നാട്ടുകാരും അത്യധികം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണല്ലേ? തീർച്ചയായും KP, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അറിഞ്ഞ് ഏതാണ്ട് ഒരു 10:30 കഴിഞ്ഞപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തെ അയൽവാസികളൊക്കെ എല്ലാവരും മധുരവുമായി അവിടെ എത്തിയിരുന്നു. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ വലിയൊരു ശുഭവാർത്ത കേൾക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ആ വീട്ടിൽ കണ്ടത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം ഈ ഡൽഹിയിലേക്ക് പോകാൻ ഇറങ്ങിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 12:15 ഫ്ലൈറ്റ് എങ്കിൽ അദ്ദേഹം അതിന് മുന്നേ തന്നെ ബാംഗ്ലൂർ കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. എന്തായാലും രാവിലെ 6 മണി മുതൽ, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുലർച്ചെ 4 മണി മുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നമ്മൾ എയർപോർട്ടിലായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ ശാസ്തമംഗലത്തെ ലക്ഷ്മി എന്ന വസതിയിലായാലും നമ്മൾ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തരുന്ന ഒരു വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു സന്തോഷമായ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്ത് തന്നെ ആയാലും അദ്ദേഹം, അതായത് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്ത് ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ആവശ്യപ്പെടുന്നുണ്ടോ അത് തന്നെ തന്റെ ഭാഗത്തു നിന്ന് ചെയ്യും എന്ന് തന്നെയാണ് പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഈ ശാസ്തമംഗലത്തെ വസതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പോയിട്ടുള്ളത് ഭാര്യ മാതാവും അദ്ദേഹവും മാത്രമാണ്. കുടുംബസമേതം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിലുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള ശുഭവാർത്തകൾ തന്നെ വരും. മൂന്നാം മോദി സർക്കാരിന്റെ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കേണ്ടവരുടെ ക്ഷണപട്ടികയിൽ സുരേഷ് ഗോപിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. KP.